സർ, യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി യുവതി നിമിഷ പ്രിയയുടെ മോചനം ഇനിയും ഏറെ അകലെയാണ് എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ പറയുന്നു അവിടേക്ക് ഒരു പ്രതിനിധി സംഘത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചില മതനേതാക്കളടക്കമുള്ള ഒരു പ്രതിനിധി സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കുന്നതിന് സാങ്കേതികമായി ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതത്ര എളുപ്പമല്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്? നിമിഷപ്രിയയുടെ മോചനം അസാധ്യമാവുകയാണോ? യമപുരിയിലേക്ക് കടന്നു ചെന്ന് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് ഏറെ വൈതരണികൾ കിടക്കേണ്ട ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ. അതിലൊന്ന്, ആ രാവണം അവിടെ പോകേണ്ടത്, പോയി സംസാരിക്കേണ്ടതുണ്ടോ, അതുകൊണ്ട് പ്രയോജനമുണ്ടോ? അങ്ങനെയെങ്കിൽ ആരാണ് പോകേണ്ടത്? ഒരു ദൗത്യ സംഘം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൊടുത്ത ഹർജിയിൽ കഴിഞ്ഞ ദിവസം വാദത്തിനിടയിൽ സുപ്രീം കോടതിയിൽ നിർദ്ദേശിക്കപ്പെട്ടത് ഒരു 6 അംഗ സംഘമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ 2 പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ 2 പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനെ പ്രതിനിധീകരിക്കുന്ന 2 പേർ, അങ്ങനെ 6 പേരടങ്ങുന്ന ഒരു ദൗത്യ സംഘം, ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ആശയമാണ്. ആശയം എന്ന നിലയിൽ അതിനെ കുറ്റം പറയാനാവില്ല, പക്ഷേ അത് സ്വീകാര്യമാണ്. കാരണം ഇവരെല്ലാം തന്നെ ഇൻ വൺ വേ ഓർ ദി അതർ they were all involved. പക്ഷേ ഇവിടെ വിഷയം, there are only 2 stakeholders. അത് നിമിഷപ്രിയയുടെ കുടുംബം, അവർക്കാണ് നിമിഷപ്രിയയെ വിട്ടുകിട്ടേണ്ടത്. മലയാളികളുടെ എല്ലാം അല്ലെങ്കിൽ ഭാരതീയരുടെ എല്ലാം ആഗ്രഹം നിമിഷപ്രിയയെ വിട്ടുകിട്ടണം എന്നാണെങ്കിൽ പോലും ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആകുന്നത് ആദ്യം നിമിഷപ്രിയയുടെ കുടുംബം. രണ്ടാമത് അബ്ദുൾ തലാൽ, കൊല്ലപ്പെട്ട മെഹദി തലാൽ, അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗങ്ങൾ, സഹോദരനും മറ്റ് അടുത്ത റിലേറ്റീവ്സും അടങ്ങുന്ന ആളുകൾ, രക്തബന്ധമുള്ളവർ, അവരാണ് ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇവർ തമ്മിലുള്ള ചർച്ചയ്ക്ക് വഴി ഒരുക്കാൻ മാത്രമേ മേൽപ്പറഞ്ഞ ദൗത്യ സംഘത്തിന് കഴിയുള്ളൂ. അതും ആദ്യം മനസ്സിലാക്കണം. ഇവർ പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ, ഉണ്ടാക്കേണ്ട പ്രയോജനങ്ങൾ, അത് ഡിസൈഫർ ചെയ്ത് വരികയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതാണ് സ്റ്റേറ്റ് ആക്ടർ, ദ മോസ്റ്റ് ക്രെഡിബിൾ സ്റ്റേറ്റ് ആക്ടർ ഈസ് എ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് യമനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും തമ്മിൽ നേരിട്ട് നയതന്ത്ര ബന്ധം ഇല്ലാത്ത സ്ഥിതിക്ക്, പ്രത്യേകിച്ച് യമനിലെ, വടക്കൻ യമനിലെ ഹൂതികൾ നിയന്ത്രിക്കുന്ന സന നഗരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അവിടുത്തെ നിയമ സംവിധാനവുമായി ഇടപെടാൻ ഇന്ത്യക്ക് ഔപചാരികമായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് വിവിധങ്ങളായ വഴികൾ, ഇറാനാണ് ഹൂതികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം. അപ്പോൾ ഇറാൻ്റെ പിന്തുണയിലാണ് ഹൂതികൾ അവിടെ അധികാരത്തിലിരിക്കുന്നതും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം നടത്തുന്നതും ചെങ്കടൽ വഴിയുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതും എല്ലാം തന്നെ ഇറാൻ്റെ പ്രോക്സി എന്ന നിലയിലാണ്. ആ ഒരു സംവിധാനത്തെ ഒരു പക്ഷേ പലരും അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും ഇവിടെ ഒരു ഇന്ത്യൻ നാഷണലിൻ്റെ മോചനം വിഷയമായി വരുമ്പോൾ India is willing to talk to Iran and India has already been talking to Iran. സംസാരിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ നിലവിൽ സംസാരിക്കുന്നുണ്ട്. അവിടെ ഗവൺമെൻറ് ടു ഗവൺമെൻറ് കോൺടാക്ട് സാധിക്കുന്നത് ഇന്ത്യയും യമനും തമ്മിലല്ല, ഇറാനും യമൻ്റെ ഹൂതി ഭരണകൂടവും തമ്മിലാണ് ആ ഒരു സംസാരം. അത് ലെവൽ 1 ആണ്. ലെവൽ 2 എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ട്രൈബൽ സംവിധാനം. അവിടെ അൽ മെഹദി ട്രൈബ്, ആ ട്രൈബിൻ്റെ ഒരു അഭിമാനം വ്രണപ്പെട്ടിരിക്കുന്നു. അതെ, ഒരു ഗോത്ര വിഭാഗമാണ് അവർ. അവർക്ക് അവരുടേതായ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ആചാര പ്രമാണങ്ങളും ഒക്കെ ഉണ്ട്. ദ ട്രൈബൽ പ്രൈഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ കേരളക്കരയിൽ ഇരുന്നു കൊണ്ട് അത് അസസ് ചെയ്യാൻ പറ്റില്ല. അവിടെ വേറൊരു സാംസ്കാരിക സാഹചര്യമാണ്. അവിടെ ട്രൈബിലെ ഒരാൾ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളിനാൽ അല്ലെങ്കിൽ മറ്റൊരു ദേശത്തു നിന്ന് കടന്നു വന്ന് അവർ വിശ്വസിക്കുന്നു അവിടുത്തെ ആ ട്രൈബൽ ഒരു ആളിൻ്റെ ഭാര്യയായി ജീവിച്ച ഒരാൾ അദ്ദേഹത്തെ പല കഷ്ണങ്ങളായി വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിലിട്ടു എന്ന് വിശ്വസിക്കുമ്പോൾ യമനിൽ വലിയ രീതിയിൽ വിവാദമായ വൈകാരികമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഫാമിലിക്ക് അത്ര എളുപ്പം എടുക്കാവുന്ന ഒരു തീരുമാനമല്ല. നിങ്ങൾ ദിയാധനം സ്വീകരിച്ചുകൊണ്ട്, ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അങ്ങ് റെഡിയാക്കി എല്ലാം പറഞ്ഞ് സെറ്റപ്പാക്കി അല്ലേ എന്ന് ചോദ്യം അവർ കേൾക്കേണ്ടി വരും. ട്രൈബൽ ചിഫ്റ്റൻസ്
ട്രൈബൽ അതോറിറ്റീസ്, ട്രൈബൽ പീപ്പിൾ അവരോട്, കാരണം ആ രീതിയിലാണ് അവരുടെ ജീവിത രീതി. അതെ, അല്ലാതെ എല്ലാം ടോട്ടലി വെസ്റ്റേൺ വേൾഡിലെ പോലെ ഒരാൾ പൂർണ്ണ സ്വതന്ത്രമായി അങ്ങനെ ജീവിക്കുന്ന ഒരു രീതിയല്ല എന്ന് ഓർക്കണം. അതുപോലെ പ്രധാനമാണ് മതഘടനകളുടെ സ്വാധീനം. അവിടെയാണ് കേരളത്തിലെ മർക്കസ് രംഗത്ത് വരുന്നത്. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഉസ്താദും മർക്കസും ഒക്കെ നിലവിൽ വരുന്നതും പ്രസക്തമാകുന്നതും ആ ഒരു പശ്ചാത്തലത്തിലാണ്. മർക്കസിലേക്ക് അനവധി തവണയാണ് അവിടെ നിന്നുള്ള മതപണ്ഡിതന്മാർ, പ്രത്യേകിച്ച് സൂഫി വര്യന്മാർ സഞ്ചരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഷെയ്ഖ് ഒരു സൂഫി പണ്ഡിതൻ പല ആവർത്തി കേരളത്തിൽ വന്നതും കാന്തപുരവുമായി അടുത്ത ബന്ധം പുലർത്തുന്നതുമായ ഒരു മതപണ്ഡിതനുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോയത്. ഒരുപക്ഷെ ആ ഒരു ഇൻ്റർവെൻഷൻ കൊണ്ടാണ് തൽക്കാലത്തേക്കെങ്കിലും വധശിക്ഷ മരവിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ഒന്നും തുച്ഛീകരിച്ച് നമുക്ക് കാണാനാവില്ല. പക്ഷേ ആ മതപണ്ഡിതരല്ല കുടുംബവുമായി ചർച്ച ചെയ്യേണ്ടത് എന്ന് ഓർക്കുക. രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് കോലാഹലങ്ങൾ ഇല്ലാതെ, കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം തന്നെ അപകടമാണ്. കാരണം നമ്മുടെ ഉദ്ദേശം നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടണം എന്നാണെങ്കിൽ, നിമിഷപ്രിയ എന്നല്ല, ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു പൗരൻ വിദേശത്തെ ഇതുപോലൊരു സാഹചര്യത്തിൽ പെടുകയാണെങ്കിൽ ആ മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ അല്ല അവിടെ പരിഗണിക്കപ്പെടേണ്ടത്. ഇത് ഏറ്റവും പ്രമാദമായൊരു കേസായി വന്നത് ഇറ്റാലിയൻ പൗരന്മാർ രണ്ടുപേർ, എൻട്രിക്ക ലെക്സി എന്ന പേരുള്ള കപ്പൽ ഇവിടെ അറബിക്കടലിൽ വെച്ച് ഒരു അപകടത്തിൽ പെടുകയാണ്. അല്ലെങ്കിൽ ഇറ്റാലിയൻ പൗരന്മാർ, അവർ നാവികർ, ഇന്ത്യൻ മത്സ്യബന്ധന തൊഴിലാളികളെ വെടിവെച്ച് കൊല്ലുന്ന രംഗം സുരക്ഷാ വീഴ്ചയിൽ സംഭവിച്ചതാണ്. കൺഫ്യൂഷനാണ്. അവരെ വിട്ടുകിട്ടാൻ വേണ്ടി മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ അല്ല ഇറ്റാലിയൻ സർക്കാർ നോക്കിയത്. ഏതറ്റം വരെ പോയി വേണമെങ്കിലും അവർ പൊരുതാൻ തയ്യാറായി, അവർ മോചിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥതയെ പോലും സ്വാധീനിച്ചുകൊണ്ട് അവർക്കത് സാധിച്ചു എന്ന് പറയുമ്പോൾ ഒരു രാജ്യം, ഒരു ശക്തമായ രാജ്യം എത്രത്തോളം വിലയാണ് ആ രാജ്യത്തിൻ്റെ പൗരന് കൊടുക്കുന്നത്, അത് വളരെ വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് ഇവിടെ നിമിഷപ്രിയ എന്ന ഒറ്റ വ്യക്തി അല്ല ഇവിടുത്തെ വിഷയം. ഓരോ ഭാരത പൗരനും ഭാരതം കൊടുക്കുന്നൊരു വിലയുണ്ട്. അത് ഏറെ സംസാരിച്ച് വിഷയം കൂളമാക്കാൻ ഭാരതം തയ്യാറാവുന്നില്ല എന്നതുകൊണ്ടാണ് ഒരുപാട് ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ് ഇപ്പോൾ നിലവിലുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായി അത് ഞാനാണ് എന്നൊരു വ്യക്തി പറയുന്നു, അവിടെയുള്ള ഒരു വ്യക്തി പറയുന്നു അദ്ദേഹമാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് ആതിഥ്യം അരുളുന്നത്, അദ്ദേഹമാണ് 2017 മുതൽ തന്നെ അവിടുത്തെ നിയമ പോരാട്ടങ്ങൾ നടത്താൻ. ശരിയാണ്, അല്ല എന്നല്ല. അദ്ദേഹത്തിന് പണം അയച്ചു കൊടുക്കുന്നു, $40,000 അയച്ചു കൊടുക്കുന്നു. അത് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ലഭിക്കുന്ന തുകയാണ്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാകുന്നു. അത് പബ്ലിക് ഡിബേറ്റിൽ ആ വിഷയം എടുത്തിട്ട് അലക്കുന്നു. അതുപോലെ ഇവിടെ നിന്നുകൊണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ ആക്ഷൻ കൗൺസിൽ ഒരു ഏകമാന സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു, എല്ലാവരും നിമിഷപ്രിയയുടെ മോചനം ആഗ്രഹിക്കുന്നു എങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽസ്, മൾട്ടിപ്പിൾ ഏജൻസീസ് കടന്നു വരുന്നു എന്ന് പറയുന്നത് അത്ര ശുഭകരമായ ഒരു കാര്യമല്ല. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. യു ഗിവ് ദ ഡയറക്റ്റീവ് because you are the government, you know better, because this is a foreign relations related issue. അതുകൊണ്ട് നിങ്ങൾ പറയൂ. അതുകൊണ്ട് പന്ത് കേന്ദ്ര സർക്കാരിൻ്റെ കോട്ടിലാണ്. കേന്ദ്രത്തിൻ്റെ ഒരു ചിന്ത, വലിയൊരു സംഘം, ദൗത്യ സംഘം അവിടെ പോകുന്നതിനോട് ഒരു പക്ഷേ കേന്ദ്രം യോജിക്കുന്നില്ല. എന്നാൽ ഏറ്റവും ഉചിതരായ ആളുകൾ വേണ്ടി വന്നാൽ പോകണം. അതാരാണ് ഉചിതരായ ആളുകൾ? ഈ പറയുന്ന 6 അംഗ സംഘം ഉചിതരല്ല എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ അതുകൊണ്ട് ആ വിഷയം പരിഹരിക്കപ്പെടുമോ, അത് കൂടുതൽ സങ്കീർണമാവുകയാണോ, ആ ഒരു ചോദ്യമുണ്ട്. അതൊരു വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഏജൻറ്റ്സ് ഇൻ യമൻ. എല്ലാ രാജ്യത്തുമുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിന് നേരിട്ടുള്ള നയതന്ത്ര ബന്ധം ഇല്ലാത്ത ഇടങ്ങളിലേക്കും നമ്മുടെ ഏജൻസിനെ അയക്കാനുള്ള, അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരെ, യമൻ പൗരന്മാർ, ഇന്ത്യൻ നാഷണൽസ് അല്ല, യമൻ പൗരന്മാരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും വിദേശ മണ്ണിൽ ചില അജ്ഞാതരുടെ ആക്രമണത്തിൽ നമ്മൾ നോക്കുന്ന ആളുകൾക്ക് അപകടം സംഭവിക്കുന്നതിന് പിന്നിൽ എന്താണ് എന്ന അന്വേഷണത്തിലും എത്തി നിൽക്കുന്നത്. There are individuals in foreign lands who are able to represent
India's interest in a totally unofficial manner. There is nothing official about it. അതെ, പണ്ടത്തെ ഒരു പരസ്യവാചകമാണ്, ദർ ഇസ് നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഒന്നുമില്ല. കൊക്കോകോളയും പെപ്സിയും തമ്മിലുള്ള പണ്ടത്തെ യുദ്ധകാലത്തെ ഒരു പരസ്യ കോള യുദ്ധത്തിലെ പരസ്യമായി നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്യുന്നത് ഒരു കോളയാണ്, മറു കോള അവരാണ് പരസ്യം ചെയ്യുന്നത്. ദർ ഇസ് നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. കോള കുടിച്ചാൽ മതിയാകും. ഇത് തന്നെയാണ് ഇവിടെയാണ് ഒരു ദൗത്യം. ആ ദൗത്യം ഏറ്റെടുക്കാനും അത് പ്രൊഫഷണലായി കൈകാര്യം ചെയ്യാനും കഴിയുന്ന ഒരു മാർഗമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഏറ്റവും ഉചിതരായ ആൾക്കാരെയാണ് അതിന് ഫിക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എണ്ണത്തിലല്ല, നിർദ്ദേശിക്കപ്പെട്ടത് നല്ല സദുദ്ദേശപരമാണ് കാര്യം, ക്വാളിറ്റിയിലാണ് കാര്യം, ഇമ്പാക്റ്റിലാണ് കാര്യം. അതെ, അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ കുറച്ചുകൂടി ഒഫീഷ്യൽ ലെവലിലേക്ക് ഇത് വരികയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഏത് രീതിയിൽ ഇറാനെ സ്വാധീനിച്ചുകൊണ്ട്, ഇറാനുമായി സംസാരിച്ചുകൊണ്ട് അത് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു പരസ്യ പ്രസ്താവന നടത്താൻ ഗവൺമെന്റിനാവില്ല. അത് അനൗപചാരികമാണ്. ഗവൺമെന്റ് കോൺടാക്ട് ആണെങ്കിൽ പോലും അതും ഒരു വളരെ വളരെ ക്ലാൻഡസ്റ്റൈനായിട്ട് തന്നെ നീങ്ങേണ്ടത് തന്നെയാണ്. അത് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷൻ, ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് നിമിഷപ്രിയാസ് ലൈഫ്. അതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.